ഹായ്, അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി പഴയകാല ഒയൽച്ച മിഠായിയാണ്. ഒരു ഇലയെടുത്ത് അതിൻ്റെ 2 ഭാഗവും വാട്ടിയെടുക്കണം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ പരന്ന പാത്രം എടുക്കേണ്ട, കുറച്ച് ഉള്ളുള്ള പാത്രം എടുത്താൽ പെട്ടെന്ന് മെൽട്ടായി കിട്ടും. അതിലേക്ക് 2 ആണി വെല്ലം, അതായത് 2 ശർക്കര ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മെൽട്ടാക്കി എടുക്കണം. കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഒയൽച്ച മിഠായിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. 1 ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ 2 ഏലക്കായ പൊടിക്കാത്തത് ഇട്ട് കൊടുത്താലും മതി. അരിച്ചെടുക്കുമ്പോൾ അതിലൂടെ അതിൻ്റെ തൊലി പോയിക്കൊള്ളും. നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഒരു അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പരന്ന പാത്രം തന്നെ ഇനി എടുക്കാൻ ശ്രദ്ധിക്കണം. 2 പാത്രമാക്കേണ്ടെന്ന് കരുതിയാണ് ഫസ്റ്റ് തന്നെ ഞാൻ പരന്ന പാത്രം എടുത്തത്. 1 ടീസ്പൂൺ ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുറുക്കിയെടുക്കാം. പിന്നെ ഇത് ലൂസാകാനും പാടില്ല, കട്ടിയാകാനും പാടില്ല. ലൂസായാലും ഒയൽച്ച മിഠായി ആയി കിട്ടില്ല, കട്ടിയായാലും വല്ലാത്ത ഉറപ്പായിരിക്കും, കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചട്ടുകത്തുനിന്ന് തുള്ളി വീഴാത്ത രീതിയിലുള്ളൊരു പാകത്തിലാണ് എടുക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ. ഇനി ഓഫ് ചെയ്യാം. നേരത്തെ കരുതിയ ഇലയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതേ പാകത്തിലെടുത്താൽ നല്ല പെർഫെക്റ്റ് ഒയൽച്ച മിഠായി ആയി കിട്ടും, മറക്കരുത്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റോളം മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് ചൂട് പോകാൻ വേണ്ടിയാണ്. കൈ കൊണ്ട് ഷേപ്പാക്കി എടുക്കുന്നതല്ലേ, അതുകൊണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കി എടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടും കുട്ടികൾക്ക് മിഠായി പോലെ ആക്കി കൊടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ കട്ടാക്കി എടുക്കാം. ഒരു 10-15 പീസ് വരെ ഇതിനെ കൊണ്ടുണ്ടാകും. ഈ 2 ആണി വെല്ലത്തോണ്ട് കൈ കൊണ്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഷേപ്പിലാണ് എടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മിഠായിയാണ് വെല്ലം ഉണ്ടെങ്കിൽ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞാൻ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.